പോകുമ്പോൾ ചാനലിൽ ആ ഫാസിസ്റ്റ് വലിയൊരു സന്തോഷം ജനങ്ങൾ കൂട്ടായി എടുത്തൊരു സന്തോഷം തരുന്ന ഒരു നിമിഷം തന്നെ പലർക്കും ഉള്ളൊരു മറുപടി കൂടിയാണ്. ശരിക്കും അവരെ എങ്ങനെ അടിച്ചൊതുക്കാം എന്നുള്ള രീതിയിലുള്ള ചില ആൾക്കാരുടെ ഒരു ഏർപ്പെടുത്തലുകൾ അതിന് നമ്മൾ തയ്യാറില്ല എന്ന് പറയുന്ന സാധാരണ ജനങ്ങളുടെ ഒരു പ്രതിഷേധ രീതി തന്നെയാണ്. പൊതുജനങ്ങൾ എന്ന് ഞാൻ പറയുന്നത് പൊതുജനം തന്നെയാണ്, പൊതുജനങ്ങൾ എന്നല്ല പൊതുജനങ്ങൾ തന്നെയാണ് പറയുന്നത്. ആ പൊതുജനങ്ങൾ എല്ലാവരും കൊടുക്കും, എല്ലാവരുടെയും പൊതുജനം തന്നെയാണ്. ഓരോ ആളുകളിൽ നിന്ന് 10 രൂപ എടുത്തിട്ടാണ് തിരിച്ചപ്പോൾ ഒരുപാട് ആളുകൾ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കുഞ്ഞികൃഷ്ണനൊപ്പം കൂടെ നിന്നു എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഈ സംഭവങ്ങൾ ഇതായിട്ടുള്ളത്. അതെ. ഇനിയും ആ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലപാടുകൾ. നമുക്ക് ശരിയുടെ നിലപാടുകൾ, ആ നിലപാടിൽ തന്നെ കുറച്ച് നിർത്തുന്നത് കൂടെ ഉണ്ടായിരുന്ന ആദ്യം ഈ പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന 3-5 പേരാണ് ഉള്ളത് എന്നുള്ള ഒരു രീതിയിലായിരുന്നു മറുപക്ഷം പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. ആ മറുപക്ഷത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പ്രചരണത്തിന് കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇപ്പൊ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞികൃഷ്ണൻ ജയിക്കും എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ മാറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3-5 പേർക്ക് ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ CPM-ന്റെ കോട്ടയായ മണ്ഡലത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗം തന്നെയാണ്. ബൈക്ക് കത്തിച്ച കേസ് ഇപ്പോഴും ഇല്ല, അത് ഇപ്പോഴും പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്നുണ്ട്. ആദ്യം SI ആയിരുന്നു അന്വേഷിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞികൃഷ്ണൻ ഞാനും കൂടി സ്റ്റേഷനിൽ പോയിരുന്നു. അതിനുശേഷം ഒരു SIT രൂപീകരിച്ചിട്ടായിരുന്നു DYSP അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേസ്.